കേരളത്തിൽ നിപ്പ വരുന്നത് കേരളത്തിലെ ഭരണം മാറുന്നതിനനുസരിച്ചിട്ടാണെന്നുള്ളത്. CPM ഭരിക്കണമെങ്കിൽ നിപ്പ വരും അത്രേ. കരുണാകരൻ ഭരിക്കുമ്പോഴും ആന്റണി ഭരിക്കുമ്പോഴും ഒന്നും നിപ്പ വരുന്നില്ല. വവ്വാലുകളെ കമ്മ്യൂണിസ്റ്റുകാരെ ഏതോ ഗുഹയിൽ പോയിട്ട് വളർത്തി അവിടെ നിന്ന് ഇങ്ങനെ കൈകൊട്ടി പാടുമ്പോൾ അത് പുറത്തു പോകും. അങ്ങനെയാണ് അത്ര ഇത് പുറത്തു വരുന്നത്. എന്നിട്ടാണ് ജനങ്ങളെ കടിക്കുന്നത്. അതും കേരളത്തിൽ പ്രത്യേക സ്ഥലങ്ങളിൽ മാത്രമേ അത്ര കടിക്കാറുള്ളൂ. ഇതൊന്നും ഞാൻ പറയുന്നതല്ല കേട്ടോ. ഇത് കുറെ കിങ്ങിണിക്കുട്ടന്മാര് പറയുന്നതാണ്, കുറെ KM ഷാജിമാര് പറയുന്നതാണെന്നുള്ളതാണ്. ഒരു ബോധവും ഇല്ലാത്ത കുറെ എണ്ണം എന്തുവാടെ നിങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത്. കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചു സംസ്ഥാനം ഉണ്ടല്ലോ, അത് നിങ്ങളെല്ലാവരും കൂടെ നശിപ്പിക്കരുത്. അധികാരത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ വൃത്തികേടുകൾ കാണിക്കരുതെന്ന് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. നമുക്ക് എന്തായാലും കിങ്ങിണിക്കുട്ടം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ കേൾക്കാനുണ്ട്. ഇത് ആരെയും കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല, സത്യം ജനങ്ങൾ മനസ്സിലാക്കണം എന്നൊരൊറ്റ ധാരണ കൊണ്ട് മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. നമുക്ക് ആദ്യം അതൊന്ന് കേൾക്കാം. അതാണ് പണ്ട് കാലത്ത് ചൊല്ലുണ്ട്, എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. എരണം കെട്ടത് ശരിയാ, എരണം കെട്ടതാണ് തോന്നുന്നു ഇപ്പൊ കേരളം ഭരിക്കുന്നത്. ഇത് പിണറായി വിജയനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിണറായി വിജയനെ എന്തും വിളിക്കുക, പരനാറി എന്ന് പോലും വിളിക്കുന്ന ആളുകളുണ്ട്. നേരെ തിരിച്ച് മുരളിക്കുട്ടൻ വന്നിട്ട് എരണം കെട്ടവൻ എന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനത്ര ബുദ്ധിമുട്ട്? അദ്ദേഹം സത്യം പറഞ്ഞതായിരിക്കും, എരണം കെട്ടവർ നാട് ഭരിക്കുമ്പോ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നുള്ളത്. പക്ഷെ നമ്മുടെ പഴയ ആരോഗ്യമന്ത്രി വിഷയത്തിൽ പറയുന്ന വാക്കുകൾ അത് നിങ്ങൾ ചെവി കോർക്കുക തന്നെ വേണം. വൈറസ് എന്നൊരു സിനിമ കേരളത്തിൽ വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് അറിയില്ലേ? അത് എന്തുകൊണ്ടാണ് വന്ന് നിങ്ങൾക്ക് അറിയില്ലേ? ഈ നാട് അത്രയും ചേർത്ത് വെച്ച ഒരു വ്യക്തിയെയാണ് കിങ്ങിണിക്കുട്ടം വന്നിട്ട് കളിയാക്കിയിട്ടുള്ളത്. നമുക്ക് മേഡത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം. ഭരണമൊന്നും നോക്കിയിട്ടല്ല പകർച്ചവ്യാധികൾ വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ പകർച്ചവ്യാധികളെ നേരിടാൻ ഇടപെടേണ്ടത് ഭരണക്കാരാണ്. അതിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മളെ ജനം കുറ്റപ്പെടുത്തും. അന്ന് നമ്മൾ നിപ്പ വൈറസിനെ കണ്ടെയ്ൻ ചെയ്യാൻ ഇടപെട്ട രീതി ലോകം മുഴുവൻ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. എന്നെ ഒരുപാട് കളിയാക്കി, നിപ്പ റാണി എന്നൊക്കെ പറഞ്ഞിട്ട് കളിയാക്കിയിരുന്നു. പക്ഷെ ഞാനതൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാരണം അന്ന് നല്ലൊരു ടീം വർക്ക് ഉണ്ടാക്കാനും അന്ന് നമ്മളുണ്ടാക്കിയ പ്രോട്ടോകോൾ, അതിൻ്റെ ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ, അതൊക്കെയാണ്. ഇതൊന്നും ഇവറ്റകൾക്ക് അറിയില്ല. അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഹുങ്കാണ്. അതിനുവേണ്ടി എന്ത് നുണയും പറയും. ഇതൊക്കെ കണ്ടും കേരളത്തിലെ ജനങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇയാളെയൊക്കെ പിടിച്ചിട്ട് അങ്ങ് ആരോഗ്യമന്ത്രി ആക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊടുത്ത മറുപടി നിങ്ങൾക്ക് കേൾക്കണ്ടേ? അന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി എന്തൊക്കെയാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്, ഇന്ന് പറഞ്ഞത് കേൾക്കാം. ഇപ്പൊ ഇതിന്റെ ഈ ബാക്കിലത്തെ കണ്ടില്ലേ, സർക്കാരിന്റെ ഒഫീഷ്യലാണ്. നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ആരോഗ്യമന്ത്രിയാണ്. മുരളീധരൻ പ്രതിപക്ഷത്തിലുള്ളപ്പോ പറഞ്ഞത് ഈ ഇരിക്കുന്ന സീറ്റിന് ബാധകമല്ല. ഡബിൾ ഡൂഡ് സിൻഡ്രം എന്നാണ് ഇതിനെ പറയുക കേട്ടോ. കരുണാകരൻ ജി, താങ്കൾ ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. ഡബിൾ ഡൂഡ് സിൻഡ്രം. ഇനി അക്ഷരം തെറ്റി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നെഞ്ചൊത്തിട്ട് കയറാൻ നിൽക്കണ്ട. ഡൂഡ് സിൻഡ്രം, മനസ്സിലായില്ലേ? ഡൂഡ്. അധികാരം കിട്ടാൻ എന്ത് നുണയും പറയുന്നതാണ് അതിനർത്ഥം. അപ്പൊ VD സതീശൻ നാളെ ഇത് തന്നെ പറയും. അന്ന് ഞാൻ അങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന് ഞാൻ പറഞ്ഞത് കാര്യമാക്കി എടുക്കണ്ട. അതായത് എന്നും ഞാൻ നുണയെ പറയുന്നുള്ളത്. ചെങ്ങായി ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് കേൾക്കാം. ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഫൈനൽ വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിൽ നിന്നുള്ള റിസൾട്ടാണ് ഇനി വരാൻ ബാക്കിയുള്ളത്. എന്നാലും ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇത് നിപ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. താങ്കൾ എന്തായാലും കൈനോട്ടക്കാരനാണോ? ലക്ഷണം നോക്കിയിട്ടൊക്കെ പറയാം. കഴിഞ്ഞ ആരോഗ്യമന്ത്രി കളിയാക്കിയിരുന്നത് ആ രീതിയിലൊക്കെയാണല്ലോ. അതുകൊണ്ട് ചോദിച്ചു പോയതാണ് കേട്ടോ, മനസ്സിലൊന്നും വെക്കല്ലേ. പക്ഷേ ഇദ്ദേഹം ഒരു സമ്പർക്കം കുറച്ച് കൂടുതലുണ്ട്. അദ്ദേഹം മറ്റേ OP സെക്ഷനിലാണ് ആദ്യം പോയത്. അതിനുശേഷം അദ്ദേഹത്തിന് MRI സ്കാനിങ് നടത്തിയിട്ടുണ്ട്, എക്കോ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വിപുലമായിട്ടുള്ള സമ്പർക്കം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജീവനക്കാരോടൊക്കെ ക്വാറന്റൈനിൽ പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് അധികാരം ഇല്ലല്ലോ, പിന്നെ എന്ത് ഉളത്തരം പറയാലോ എന്നുള്ള രീതിയിൽ പറഞ്ഞതായിരിക്കാം കേട്ടോ. പക്ഷെ അന്ന് പറഞ്ഞൊരു വാക്കും കൂടി നിങ്ങൾ കേൾക്കണം കേട്ടോ. ഓണാഘോഷിച്ചിട്ട് കാലം മറന്നു. ഇതുവരെ കേൾക്കാത്ത രോഗങ്ങൾ നിപ ഈ വവ്വാലാണത്രേ ഈ നിപ പരത്തുന്നത്. എന്താ കരുണാകരനും AK ആന്റണിയും ഉമ്മൻചാണ്ടിയും ഭരിച്ച കാലത്തൊന്നും വവ്വാലുണ്ടായിരുന്നില്ലേ? ഇപ്പോഴെന്താ ഇത് രോഗം പരത്താൻ കാരണം? ഭരിക്കുന്നതും ശരിയല്ല, അതുകൊണ്ട് തന്നെയാണ്. അല്ലെങ്കിൽ അതെ, ഇപ്പൊ ഭരിക്കുന്നവർ ശരിയല്ല, അതുകൊണ്ട് വീണ്ടും വന്നതായിരിക്കും. അന്ന് നിപ്പ ഏത് രീതിയിലാണ് ചെറുത്ത് നിന്നതെന്ന് കേരളത്തിലുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം. നിങ്ങൾ ഇനി എന്താ ചെയ്യാൻ പോണെന്ന് അറിയില്ല. വൈറസ് എന്നൊരു സിനിമ വന്നിരുന്നു. ആ സിനിമ സത്യത്തിൽ കേരളത്തിന്റെ കറക്റ്റ് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞു. അന്ന് നമ്മുടെ ആരോഗ്യമന്ത്രിയെ കുറിച്ചിട്ട് ആ സിനിമയിൽ കൃത്യമായി പ്രതിപാദിച്ചതാണ്. പക്ഷെ ഇനി അങ്ങനെ ഒരു സിനിമ വരികയാണെന്നുണ്ടെങ്കിൽ നീയൊക്കെ അതിൽ കോമാളിയാവുമല്ലോ സാറേ എന്നേ പറയുന്നുള്ളൂ. അദ്ദേഹം ഒരു
ഗോഡൌൺ വാടകയ്ക്കെടുത്ത് അദ്ദേഹം തന്നെ ക്ലീൻ ചെയ്തു എന്നാണ് പറയുന്നത്. അവിടെ ഒരുപക്ഷെ വവ്വാലിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കാം. അങ്ങനെയാണ് ഇദ്ദേഹത്തിന് ഒരിക്കൽ പനി വന്ന് മാറിയതാണ്. പക്ഷെ വീണ്ടും പനി വന്നു. അങ്ങനെയാണ് വീണ്ടും ഇദ്ദേഹത്തിന് അഡ്മിറ്റ് ചെയ്തത്. അപ്പോൾ 2-3 തവണ അദ്ദേഹം ആശുപത്രിയിൽ സന്ദർശിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലമാണ് 41 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. ഈ പറഞ്ഞ പോലെ ചില്ലറ ബിസിനസ്സൊക്കെയാണ് നടത്തുന്നത്. അപ്പൊ അതിന്റെ ആവശ്യത്തിനാണ് ഗോഡൌൺ വാടകയ്ക്ക് എടുത്തത്. ഓഹോ, എന്നാലും എന്റെ മുരളിച്ചേട്ടാ ഒന്ന് ചോദിച്ചോട്ടെ, വവ്വാലിൽ നിന്നാണോ ഈ നിപ്പ വരുന്നത്? താങ്കൾ മുന്നേ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. താങ്കൾ മുന്നേ പറഞ്ഞ ഇതല്ലേ? അത് പണ്ട് കാലത്തിന് ചൊല്ലുണ്ട്, എരണം കെട്ടാൻ നാട് ഭരിച്ചാൽ നാട് മുടിയും. കഴിഞ്ഞ 6 വർഷമായിട്ട് മര്യാദയ്ക്ക് ഒരു ക്രിസ്മസ് ആഘോഷിച്ചു, ഓണം ആഘോഷിച്ചിട്ടുണ്ടോ? അതാണ് പറഞ്ഞത്, ഭരിക്കുന്നവൻ കുഴപ്പക്കാരനാണെങ്കിൽ നാട് കുഴപ്പത്തിലാവും. ഈ നിപ കേരളത്തിൽ മാത്രമാണ്, പ്രത്യേകിച്ച് മലബാർ ഭാഗം. അതിന്റെ ശാസ്ത്രീയമായി കണ്ടുപിടിച്ചിട്ടുള്ളത് വവ്വാലാണ് അത്ര ഇത് പരത്തുന്നത്, ഈ നിപ എന്നുള്ള രോഗം. ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കെ കരുണാകരനും എ കെ ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ ഈ വവ്വാലുണ്ടായിരുന്നില്ലേ കേരളത്തിൽ? എന്താ ഇപ്പൊ മാത്രം ഈ രോഗം പരത്താൻ? അതാ പറഞ്ഞത്, ഭരിക്കുന്നവൻ ചുവല്ലെങ്കിൽ ഇതങ്ങനെ പല അനർത്ഥങ്ങളും നാട്ടിൽ സംഭവിക്കും. കേരളത്തിൽ പല അനർത്ഥങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആ അനർത്ഥങ്ങളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൃത്യമായിട്ട് കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. മരണങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് അത് വളരെ കുറവായിരുന്നു എന്നുള്ളതാണ്. ഇത്രമാത്രം ആ കാര്യങ്ങളെ നേരിട്ടിട്ടുള്ള മറ്റൊരു സർക്കാർ ഇന്ത്യയിൽ തന്നെ ഇല്ല. നിപ്പ വന്നു അല്ലെ, അതുപോലെ വെള്ളപ്പൊക്കം വന്നു, അതുകൂടാതെ കൊറോണ വന്നു, ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ ലാൻഡ് സ്ലൈഡുകൾ വന്നു. എന്നിട്ടും കേരളം മുന്നോട്ട് പോയത് പിണറായി വിജയന്റെ ആ ഒരു കരുത്തുകൊണ്ട് തന്നെയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതിനർത്ഥം കേരളത്തിലെ ജനങ്ങള് വായയിൽ പഴം തിരികെ ഇരുന്നു എന്നല്ല, കേരളത്തിലെ എല്ലാ ജനങ്ങളും പണിയെടുത്തിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ കുറെ നേതാക്കന്മാർ ഇതിന്റെ പിന്നിലൂടെ കളിച്ച പൊറോട്ട് നാടകങ്ങൾ കൈയടിക്കാൻ ആളുകളാ. എന്താ നിപ്പ വരുന്നത് വവ്വാലിനെ കൊണ്ടാണത്രേ എന്ന് പറയുമ്പോഴാ ഇപ്പൊ അതേ ആള് തന്നെ തിരുത്തി പറഞ്ഞില്ലേ. പക്ഷെ നമ്മുടെ ഷാജി ചേട്ടൻ ഇപ്പോഴും കത്തിയിട്ടില്ല കേട്ടോ കാര്യങ്ങൾ. ഒന്നുകൂടി കേൾക്കാം. നിപ്പയുടെ ഉറവിടം ആരാണ്? വവ്വാലാണോ? വവ്വാലാണെങ്കിൽ കുറ്റിയാടി മാത്രമല്ല വവ്വാലിനുള്ളൂ. ഇവിടെ വവ്വാല് കുറ്റിയാടിയിലുള്ളൂ. ലോകത്തുള്ള വവ്വാലില്ലേ? ഇയാളുടെ ഭാര്യ വെറും ബഹളം എന്നിട്ട് വീട്ടിൽ വവ്വാല് കഴിക്കുന്നത്. വേറെ ഓരോ കുട്ടിയുണ്ട്, വീട്ടിലൊക്കെ പരിസരത്ത് ഇവിടെ വവ്വാലുണ്ട്. ആന വീട്ടിലില്ലാത്തത്. ഈ വവ്വാലാണെങ്കിൽ കുറ്റിയാടിയുടെ വവ്വാല് മാത്രമേ ഈ നിപ്പുള്ളൂ. നിപ്പ വന്നത് നിങ്ങൾ പറയുമ്പോ ബാക്കിയുള്ളത് വവ്വാലാണ് ഉറവിടമെങ്കിൽ കുറ്റിയാടി മാത്രം എങ്ങനെയാണ് വരുന്നത്? ഇത്ര ബുദ്ധിയില്ലാത്ത കുറെ എണ്ണത്തിനെ ജയിപ്പിച്ചു വിട്ട മുസ്ലിം ലീഗിലെ ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്, സ്വർഗ്ഗമൊന്നും കിട്ടൂല ഇങ്ങനെയുള്ള പൊട്ടന്മാരെ ജയിപ്പിച്ചു വിട്ട. അത് ആദ്യം മനസ്സിലാക്കുക. പിന്നെ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ച സ്വർഗ്ഗം കിട്ടുന്നതാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അത് വലിയ വിഡ്ഢിത്തരാണെന്നുള്ളതാണ്. ഖുറാനൊക്കെ കൃത്യമായിട്ടൊന്ന് വായിക്കണം കേട്ടാ. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ചിട്ടുള്ളത്. ഒരിക്കലും സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു മതരാഷ്ട്രീയ പാർട്ടിയുടെയും പിന്നിൽ നടക്കേണ്ട കാര്യമില്ല. ഒരു കൊടി പിടിച്ചാലും നിങ്ങൾക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കിട്ടില്ല. ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾമാരടക്കം പറയുന്ന വാക്കാണ്, സ്വർഗത്തിലേക്ക് ഈ ഒരു കൊടി ഉണ്ടെങ്കിൽ എളുപ്പമായിരിക്കും എന്നുള്ളത്. വിഡ്ഢിത്തരമാണ്, നുണയാണ്. നിങ്ങൾക്ക് സ്വർഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ഖുർആനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത്. സക്കാത്ത് നൽകേണ്ടി വരും, അള്ളാഹുവിന്റെ പാത പിന്തുടരേണ്ടി വരും, ഇത്രയൊക്കെ പറയുന്നുള്ളൂ. അതായത് നന്മയുടെ പാത പിന്തുടരുക, കൃത്യമായിട്ട് സക്കാത്ത് നൽകുക, കൃത്യമായിട്ട് നിസ്കരിക്കുക, അങ്ങനെ കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ. അവിടെ എവിടെയും കൊടി പിടിക്കണം എന്ന് പറയുന്നില്ല. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പൊ ഇവരെ പോലുള്ള വിഡ്ഢികളെ ഒരിക്കലും ജയിപ്പിച്ചു വിടരുത്. മുനമ്പ് വിഷയത്തിൽ പറഞ്ഞ വാക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. അതുപോലെ നിപ്പയെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ടില്ലേ? ഇങ്ങനെയുള്ള പൊട്ടന്മാരെയൊക്കെ ജയിപ്പിച്ചു വിട്ടാൽ നമ്മൾ അട്ടം നോക്കിയിരിക്കേണ്ടി വരും കേട്ടോ. അപ്പൊ കിങ്ങിണിക്കൂട്ടന്റെ ഒക്കെ വാക്കുകൾ കേൾക്കുമ്പോൾ എന്റെ പൊന്നെ, ഇങ്ങനെയുള്ള ആളുകളെ ജയിപ്പിച്ചു വിട്ടിട്ടും നിങ്ങൾ ഇപ്പോഴും അടിമകളായി തുടരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വിഡ്ഢികളായതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനി ഈ വിഷയത്തിൽ എന്റെ പൊന്നെ ജിൻഡോ ജോൺ അല്ലേ, ജിൻഡോ ജോണിന്റെ ഒരു 1.5 വാക്കുകളുണ്ട്, കേൾക്കണം. കോവിഡ് നിപ്പയും ഇപ്പൊ നിങ്ങൾ പറയുന്ന കെ മുരളീധരൻ പിടിച്ചു കെട്ടിയില്ലെന്നാ. നിങ്ങൾ കെ ശൈലജയും മറ്റേ വീണ ജോർജും പിടിച്ചു കെട്ടിയ കോവിഡ് നിപ്പയും ഇനി ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ വൈറോളജി ലാബും കൊണ്ടുവന്ന നിങ്ങൾ പറഞ്ഞ് അതൊക്കെ കൊണ്ടുവന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ നിപ്പയും കോവിഡ് ഇപ്പോ വരുന്നത്? അപ്പൊ അന്ന് നിങ്ങൾ പിടിച്ചു കെട്ടിയില്ല, ഇത് ഇപ്പോഴും ഈ സമൂഹത്തിലുണ്ട്. എല്ലാവരും ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് മന്ത്രവാദ തട്ടിൽ ഇരുത്തിക്കൊണ്ട് പ്രേതങ്ങൾ ആവാഹിച്ച് കുപ്പിയിലാക്കി പുഴയിലെറിയുന്ന പരിപാടിയല്ല. ഇത് വീണ്ടും വരും. അതിനെ പരമാവധി തടഞ്ഞു നിർത്തിയത് കേരളത്തിന്റെ ആരോഗ്യമന്ത്രി തന്നെയായിരുന്നു. നിനക്കതൊന്നും അറിയില്ലായിരിക്കും. പക്ഷെ അല്ല, നീയൊന്നും അറിയില്ല എന്ന് നടിക്കുകയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു മറുപടി ഇല്ലേ, അതുകൂടി കേട്ടിട്ടാണ് തൃപ്തി അടങ്ങുക. നിപ്പയും കോവിഡും ഒന്നും വരുന്നത് ഏത് ഗവൺമെന്റാണ് ഭരിക്കുന്നതെന്നൊന്നും നോക്കിയിട്ടല്ല. അതൊക്കെ ഈ സമൂഹത്തിലുണ്ട് വൈറസൊക്കെ. ചില
പ്രത്യേക സാഹചര്യത്തിൽ അവയുടെ ആധിക്യം ഉണ്ടാവുകയും അത് മനുഷ്യരിലേക്ക് പകരുകയും മരണകാരണമാവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ കക്ഷിരാഷ്ട്രീയ ഭേദമൊന്നും നോക്കാതെ കൂട്ടായി അതിനെ നമ്മൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാതെ നോക്കുക എന്ന രീതിയിൽ ഇടപെടുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതെ, കിങ്ങിണിക്കുട്ടനെ പോലെയുള്ള കുറെ മാരണങ്ങളുണ്ട്, അവറ്റ പുറത്ത് ചാടുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. നിപ്പയെ പോലെയുള്ള അസുഖങ്ങൾ, കൊറോണയെ പോലെയുള്ള അസുഖങ്ങൾ അത് ഇനിയും വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനൊരു വാർത്തയും കൂടി കേൾപ്പിച്ചു തരാൻ കേട്ടാ, അതും കൂടി കേൾക്കണം നിങ്ങൾ. പിണറായിയുടെ ഭരണകാലഘട്ടത്തിലാണ് ഇത്തരം വാർത്തകൾ വരുന്നതെങ്കിൽ അതിന്റെ ഒരു ടോൺ വ്യത്യാസം ഉണ്ടാവും. ഈ വാർത്ത ഒന്ന് കേട്ടോക്കെ. പനി ബാധിച്ച് ചികിത്സ തേടിയത് 70,000-ലധികം പേരാണല്ലേ? ഇന്നലെ പനിബാധിതരുടെ എണ്ണം 10,000 കടന്നു. ഡെങ്കിപ്പനി ബാധിച്ച് 15 പേരും എലിപ്പനി ബാധിച്ച് 20 പേരും മരിച്ചു. അതിനിടെയാണ് ഈ വയനാട് ബത്തേരിയിലെ ശാരീരിക അസ്വസ്ഥത നേരിട്ട 21 കുട്ടികൾക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചത്. ആശങ്ക കൂട്ടുകയാണ്. കോൺഗ്രസ്സുകാരെ കയ്യിൽ നിങ്ങൾ എന്തെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടോ? മാധ്യമങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിണറായിയുടെ ഭരണകാലഘട്ടത്തിൽ ഇതിന്റെ ടോൺ എന്ത് മാറ്റമായിരിക്കും എന്നുള്ളത് അറിയും. ഇപ്പൊ എന്താ സംഭവം? വളരെ നിസാരമായിട്ട്, വളരെ സിമ്പിളായിട്ട് 30 പേര് മരിച്ചിരുന്നു കേട്ടോ. ഇങ്ങനെയാണോ പറയാ? 30 പേർ മരിച്ചിരിക്കുന്നു. പിണറായിയുടെ ധാർഷ്ട്യം കാരണമാണ്, ആരോഗ്യമന്ത്രിയുടെ അനാസ്ഥയാണ്. എന്താണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്? 30 പേർ ദിവസം മരിക്കുകയാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതിനെ മാറ്റി വളയ്ക്കുമായിരുന്നില്ലേ? അതാണ് പറഞ്ഞത്. അപ്പ കണ്ടവൻ അമ്മ എന്ന് വിളിക്കുന്ന പരിപാടി മാധ്യമങ്ങൾ അവസാനിപ്പിക്കണം. നിങ്ങൾ കൃത്യമായിട്ട് ഏത് കാലഘട്ടത്തിലും പ്രതിപക്ഷമായിട്ടാണ് തുടരേണ്ടത്, ഒരിക്കലും ഭരണപക്ഷമായി തുടരരുത്. അങ്ങനെ ഭരണപക്ഷമായി തുടരാൻ അവർക്ക് അവരുടെ ചാനലുകളുണ്ട്. അല്ലാത്ത ചാനലുകൾ നിർബന്ധമായിട്ടും പ്രതിപക്ഷമായി തുടരുക തന്നെ വേണം. അവർ ചെയ്ത നന്മകൾ ചൂണ്ടിക്കാണിക്കുകയും അവർ ചെയ്ത തിന്മകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യണം എന്നുള്ളതാണ്. ഇവിടെ മുരളിച്ചേട്ടൻ പറഞ്ഞ ഒരുപാട് വാക്കുകളുണ്ട്. അതൊക്കെ സത്യം പറച്ചാൽ ഈ കേരളത്തിനെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. ഇന്ന് ആരോഗ്യമന്ത്രിയാണെന്ന് പറഞ്ഞ കസേരയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പണ്ട് പറഞ്ഞ വാക്കുകളൊന്നും ചവറ്റുകൊട്ടയിലേറെ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. ഞങ്ങളത് ചോദിച്ചു കൊണ്ടേയിരിക്കും, ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് ഇടപ്പാൾ സൈനിങ് ഓഫ്.